കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന് കണ്ണീരോടെ നാട് വിട നൽകി. തലയോലപ്പറമ്പ് ഉമാങ്കുന്നിൽ സഹോദരിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങ്. നൂറുകണക്കിന് ആളുകളാണ് ബിന്ദുവിനെ അവസാനമായി കാണാൻ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ബിന്ദുവിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയോലപ്പറമ്പ് ഉമാങ്കുന്നിലെ കുഞ്ഞുവീട്ടിൽ കണ്ണീര് തോരാത്ത മണിക്കൂറുകൾ. ബിന്ദുവിൻ്റെ മൃതദേഹത്തിനരികെ കരഞ്ഞു തളർന്ന മക്കൾ. നവനീതിനെയും അനുജത്തി നവമിയെയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ നാടിൻ്റെ ആകെ തേങ്ങൽ. നൂറുകണക്കിന് ആളുകളാണ് ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലേക്കെത്തിയത്. ബിന്ദുവിനെയും കുടുംബത്തെയും നേരിട്ടറിയുന്നവരും അല്ലാത്തവരുമായി നിരവധി പേർ. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. സഹോദരിയുടെ വീടിന് സമീപമാണ് ബിന്ദുവിന് ചിതയൊരുക്കിയത്. തലക്കേറ്റ ഗുരുതര പരിക്കും ആന്തര രക്തസ്രാവവുമാണ് ബിന്ദുവിന്റെ മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാരിയലുകൾ പൂർണ്ണമായും ഒടിഞ്ഞു. ഒരു കുടുംബത്തിന്റെ ആകെ അത്താണിയായിരുന്നു ബിന്ദു. ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ബാക്കിയാക്കിയാണ് ഈ മടക്കം. ബിന്ദുവിന്റെ കുടുംബത്തെ ചേർത്തുപിടിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. തലയോലപ്പറമ്പിൽ നിന്ന് ക്യാമറമാൻ അനന്തുബി നായറിനൊപ്പം നിതിൻ അംബുജൻ, 24.